ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഗാർലിക് നാനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ കപ്പിന് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണാണ്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇത് 1.5 ടീസ്പൂണുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിങ്ങനെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പൊടിയായിട്ട് ഇതൊന്ന് മിക്സ് ആവുള്ളൂ. ഇനി ഇതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈര് ഇച്ചിരി ഏറെ ചേർത്താലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. തൈര് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്, നല്ല മയം കിട്ടും. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുഴയ്ക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗാർലിക് ഇടുന്നുണ്ട്. അതൊരു ശകലം ഇട്ടാൽ മാത്രം മതി. ഇത് അവസാനമാണ് ബാക്കി ഇടുന്നത്. ഇനി ഇതിനാവശ്യമായ വെള്ളം കൂടി എടുത്ത് കുഴയ്ക്കാം. അത് വെള്ളത്തിനൊരു പ്രത്യേക അളവ് പറയുന്നില്ല. നമ്മൾ കുഴയ്ക്കുന്നതനുസരിച്ച് അയഞ്ഞു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് നല്ലവണ്ണം കുഴയ്ക്കാം. നല്ലവണ്ണം കുഴച്ച് ഉരുട്ടി കണ്ടോ, ഇങ്ങനെ ഉരുട്ടി വെക്കണം. ഇതിങ്ങനെ ഉരുട്ടി ഒരു കുറച്ച് സമയത്തെ നമുക്കിതൊന്ന് മൂടി വെക്കാം. നാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയം മൂടി വെക്കണം. ഇനി ഇത് മൂടലെടുത്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ കുറച്ച് സമയം മൂടി വെച്ചിരുന്നു. ഇതിനി മൂടലെടുത്തു. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഉണ്ടോ, നല്ലവണ്ണം ചുറ്റി ഒഴിക്കണം. എന്നിട്ട് നല്ലവണ്ണം കുഴയ്ക്കണം. നല്ലവണ്ണം ഒന്നുകൂടെ കുഴയ്ക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം മയമായി വരാൻ വേണ്ടിയാണ് വീണ്ടും ഇത് കുഴയ്ക്കുന്നത്. അപ്പോൾ നല്ല മയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചുടുമ്പം പൊങ്ങി വരുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കവറിട്ട് നമുക്കിത് മൂടി ഒരു 2 മണിക്കൂർ നേരത്തേന് വെക്കാം. ഇതിങ്ങനെ 2 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പം ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് 2 മണിക്കൂർ നേരം ഞാൻ വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മോഡലെടുക്കാം. ഇപ്പം ഇത് നല്ല മയം വന്നിട്ടുണ്ട്, കണ്ടോ, നല്ലവണ്ണം അത് അയഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. നല്ലവണ്ണം ഉരുളകളാക്കിയിട്ട് കയ്യിലിട്ട് നല്ലവണ്ണം ഉരുട്ടണം. ഉരുട്ടുമ്പോൾ അതിന് നല്ലൊരു മാർദ്ദവം വരും, കണ്ടോ. ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം വേണം നമുക്കത് പരത്താനായിട്ട്. അപ്പം ഇനി നമുക്കത് പരത്താം. അപ്പോൾ ഇതിൽ പൊടിയിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. പൊടിയിട്ട് പരത്തുമ്പം നമ്മളത് ഓരോ പ്രാവശ്യം കയ്യിലെടുത്ത് വേണം ഇത്, അങ്ങനെ, അല്ലാതെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ലവണ്ണം പരത്തി ഒരു വശം എപ്പോഴും നല്ലവണ്ണം വീതി കൂടി വേണം വരാൻ, ഒരു വശത്തിന് വീതി കുറഞ്ഞും വേണം വരാൻ. അപ്പം നമ്മളിത് പരത്തിയതിന് ശേഷം ഇത് ഞാൻ കയ്യിലിട്ട് വലിച്ച് നീട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇങ്ങനെ കയ്യിലിട്ട് വലിച്ച് നീട്ടണം. വലിച്ച് നീട്ടിയിട്ട് വേണം നമുക്കത് ദോശക്കല്ലിൽ വെക്കാം. അപ്പം ദോശക്കല്ലിൽ വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിയിൽ സ്വല്പം വെള്ളം കൂടെ തൂത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അതിപ്പം കാണിച്ച് അത് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ വെളുത്തുള്ളി അരിഞ്ഞതും വെക്കുന്നുണ്ട്, കുറച്ച് എള്ള് വെക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ഞാൻ വെച്ചു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തൂത്ത് വിടണം. ഇതുപോലെ റോള് ചെയ്ത് വിടണം. കൂടുതലായിട്ട് അമർത്തരുത്, അന്നേരം അത് ഒട്ടിപ്പിടിക്കും. ഇനി ദോശക്കല്ല് ചൂടാകാതെയാണ് ഞാൻ ഈ കല്ലിലോട്ട് വെച്ചിരിക്കുന്നത്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് മറിച്ചിടാൻ പറ്റത്തില്ല, അത് മറിഞ്ഞ് താഴോട്ട് പോകും.
അപ്പം ആ വെള്ളമയം ഈ ഒരു വശത്ത് മാവിൻ്റെ ഒരു വശത്ത് വെള്ളമയം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എൻ്റെ കൈക്കകത്ത് വെള്ളമയം വറ്റിച്ചിട്ട് ഞാൻ കൈക്കകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് വെച്ചത്. അപ്പം അത് നല്ലവണ്ണം അതിൽ ഒട്ടിപ്പിടിക്കും. അതിന് ശേഷമാണ് ഞാൻ അടുപ്പ് തീ ചൂടാക്കിയത്. അപ്പം അത് നല്ലവണ്ണം ഉണ്ടോ, ഇപ്പോൾ ഇത് കമത്തി പിടിക്കുമ്പം ഒട്ടും താഴെ പോകത്തില്ല, നല്ലവണ്ണം അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ അടി വേകുകയും ചെയ്യും. ഇതിങ്ങനെ ഇതുണ്ടോ, സ്റ്റൗവിൽ ഇങ്ങനെ കമത്തി കാണിക്കണം, 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വെച്ച് കമത്തി കാണിക്കണം. അന്നേരം അതിൻ്റെ മുകളിൽ പൊങ്ങി വരും. ഇത് കണ്ടോ, മുകളിൽ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടറും കൂടെ തൂക്കണം. ഇപ്പം ബട്ടറൊക്കെ തൂത്ത് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, 2 മുകൾ വശം നല്ലവണ്ണം പൊള്ളി. ഞാനെപ്പോഴും ബട്ടർ ചിക്കൻ്റെ കൂടെയാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്